ഹലോ, നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് UAE ദുബൈയിലാണ്. ഇന്ന് വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കാൻ നമ്മോടൊപ്പമുള്ള അതിഥി 41 വർഷങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ നിന്നും പ്രവാസവാസം തുടങ്ങിയ ഒരു വ്യക്തിത്വമാണ്. ആദ്യം സൗദി അറേബ്യയിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് മിഡിൽ ഈസ്റ്റിൽ ഒട്ടനവധി ബിസിനസ് സംരംഭങ്ങൾ കെട്ടിപ്പടുത്ത ഒരു വ്യക്തിത്വമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അൽ ഫൈസലിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാൻ, നാട്ടിൽ അടൂർ ഏഴംകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ്, കാനഡ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആംഗോ കാനഡ തുടങ്ങിയ കമ്പനികളുടെ ഡയറക്ടറാണ്. വളരെ സ്നേഹത്തോടു കൂടി നാട്ടിലുള്ളവർ അനിയച്ചായെന്നും ദുബൈയിലുള്ളവർ മാത്യു സാറെന്നും വിളിക്കുന്ന ശ്രീ മത്തായി ചാക്കയാണ് നമ്മുടെ അതിഥി. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാൻ വരുന്നതിലേക്ക് സർ. നമസ്കാരം. നമസ്കാരം. അച്ചായൻ കമ്പനിയെ കുറിച്ച് വലിയ അഭിപ്രായമാണ്. പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് അച്ചായൻ എന്ന് പറയുന്നത് ഇപ്പോൾ UAE ദുബൈയിലാണുള്ളത്. അപ്പോൾ എങ്ങനെയായിരുന്നു തുടക്കം? എങ്ങനെയായിരുന്നു ഈ അച്ചായൻ കമ്പനിയുടെയും ഫൈസലിയ ഗ്രൂപ്പിൻ്റെയും താങ്കളുടെ ഈ ഒരു ബിസിനസ് സംരംഭങ്ങളുടെയൊക്കെ തുടക്കം? 1967 ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം, സിവിൽ എഞ്ചിനീയറിംഗാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ജബൽപൂരിലായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്ത്. 4 വർഷം അവിടെ കഴിഞ്ഞു. 1975 വിസിറ്റ് വിസയിൽ സൗദി അറേബ്യയുടെ വിസിറ്റ് വിസയിൽ സൗദി അറേബ്യ പോവുകയും വിത്ത് 2 മാസം അവിടെ തന്നെ വർക്ക് വിസയായിട്ട് മാറ്റി അവിടെ ഒരു കമ്പനി സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ദൈവം സഹായിച്ചു. അന്ന് സൗദി അറേബ്യ പോയത് തന്നെ ചർച്ചിൻ്റെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ചർച്ചിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഞങ്ങൾക്ക് അഡ്മിഷൻ വിസ കിട്ടത്തില്ലായിരുന്നു. അന്ന് അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു ആ സമയങ്ങളിൽ. തന്നെയുമല്ല, സൗദി അറേബ്യയിൽ ജോലിക്കാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാരൊക്കെ ജോലിക്ക് വന്നുകൊണ്ടിരുന്നത്. വിസ കിട്ടത്തില്ല, പ്രയാസമുള്ള സമയമായിരുന്നു. എങ്കിലും ഞങ്ങളുടെ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങിയ കമ്പനിയിൽ ആദ്യം 76 എനിക്ക് 24 വിസ എടുക്കാൻ പറ്റി. ഞാൻ തന്നെ അതിൽ നിന്ന് പൈസ മുടക്കി ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്ത എൻ്റെ റിലേറ്റീവ്സ്, അളിയനും കസിൻസും അവിടെ ഉണ്ടായിരുന്നു, ആറംകോയിൽ ജോലി ചെയ്തവരാണ്. അപ്പോൾ അതുകൊണ്ട് അവരിൽ നിന്നുകൊണ്ട് സപ്പോർട്ടുണ്ടായിരുന്നു, ഫിനാൻഷ്യൽ സപ്പോർട്ടുണ്ട്. അത് വെച്ച് കമ്പനി ഡെവലപ്പ് ചെയ്തെടുത്ത ഞങ്ങളുടെ സ്പോൺസർ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ വരും, ഫാമിലിയായിട്ട് വന്ന് വീട്ടിൽ താമസിച്ചിട്ട് ആ സമയങ്ങളിൽ. പിന്നെ നല്ലൊരു മനുഷ്യനായിരുന്നു. എല്ലാ കാര്യവും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും അത് ഫുൾ ഫ്രീഡത്തിൽ ചെയ്തു. അപ്പോൾ നമ്മുടെ ജോബിന് വേണ്ടി വിസ കിട്ടുമ്പോൾ കേരളത്തിൽ, എസ്പെഷ്യലി കേരളത്തിലുള്ള ആൾക്കാരെ മാത്രം റിക്രൂട്ട് ചെയ്യുകയും ഓരോ മാസവും കോടിക്കണക്കിന് രൂപയുടെ പൈസ ഫോറിൻ മണി കേരളത്തിലോട്ട് വരികയും ചെയ്യുമായിരുന്നു. അന്ന് എല്ലാ ടൈപ്പിലുള്ള ആൾക്കാർ സമയാസമയങ്ങളിൽ ജോലിക്ക് വേണ്ടി എടുത്ത് അങ്ങനെ ആൾക്കാരെ കൂട്ടി കൊണ്ടുവന്ന് മിക്കവാറും സാലറി മൊത്തം മിക്കവാറും ഇന്ത്യയിലോട്ട് പോകും. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് എടുക്കാമായിരുന്നുവെങ്കിലും ഞാൻ എടുക്കത്തില്ലായിരുന്നു. നമ്മൾ ഇന്ത്യയെ ഫിനാൻസ് വരണമെന്നുള്ള ചിന്തയിലായിരുന്നു. തന്നെയുമല്ല, നമ്മുടെ അയൽവക്കവും പല രീതിയിലുള്ള ആൾക്കാരെ എൻ്റെ അടുത്ത് ആരെങ്കിലും ജോലിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെയെല്ലാം ഞാൻ ജോലിക്ക് എടുക്കാനുള്ള അവസരം നോക്കും. കോൺട്രാക്റ്റ് ഇല്ലെങ്കിൽ തന്നെ സൗദി അറേബ്യയുടെ കോൺട്രാക്റ്റ് ആയിരുന്നു ഞങ്ങൾ. HK അൽസാദിഖ് എന്നുള്ള സ്ഥാപനമായിരുന്നു. HK അൽസാദിഖ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങളുടെ സ്പോൺസർ ഹുസൈൻ അൽസാദിഖ് എന്ന് പറയും. പുള്ളിക്കാരൊരു നല്ല മനുഷ്യനായിരുന്നത് കൊണ്ടും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റി. പുള്ളി നാട്ടിലൊക്കെ വരുമായിരുന്നു, ഞങ്ങളിവിടെ താമസിക്കുമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ പലർക്കും ആയിരക്കണക്കിന് ആൾക്കാർ ജോലി കൊടുക്കാൻ പറ്റി ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ. തന്നെയുമല്ല, അന്ന് ജോലി കിട്ടാൻ പ്രയാസമുള്ളൊരു സമയമാണ്. 67, 68, 69
അല്ല 70 ആ സമയങ്ങളിൽ 75, 76, 77 എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എഞ്ചിനീയേഴ്സിനെയൊക്കെ ഞങ്ങൾ കൊണ്ടുപോവുകയും അവരൊക്കെ ട്രെയിൻ ചെയ്ത് അവരെയൊക്കെ നല്ല ലെവലിലാക്കി ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്ത് അവർ നല്ല ലെവലിൽ മാനേജർ മാത്രമല്ല CEO ലെവൽ വരെ വരുന്ന ആൾക്കാരിപ്പോഴും ഉണ്ട്. അതിൻ്റെ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഇത്രയും ജോലിക്കാർക്ക് ജോലി കൊടുക്കുകയും പല കുടുംബങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ചെയ്യുന്ന വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാനും കുടുംബവും ഞങ്ങൾക്ക് ഇന്നും ആയുസ്സും ആരോഗ്യവും തന്ന് നിൽക്കുവാൻ താമസിക്കുന്നതും. ഇത്രത്തോളം നടത്തി അതിനെ ദൈവത്തിന് നന്ദി പറയുകയാണ്. സൗദി അറേബ്യയിൽ നിന്നും തുടങ്ങിയാൽ അവിടെ നമ്മുടെ ഇപ്പോഴുള്ള വേരുകൾ എങ്ങനെയാണ് പോകുന്നത്? മറ്റ് മിഡിൽ ഈസ്റ്റ് മറ്റ് കൺട്രികളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇവിടുത്തെ ഞാൻ ദഫാബ് ദുബൈ ജനറൽ ട്രേഡിംഗ് 1979 അത് 24 വർഷം മുൻപ് തുടങ്ങി ഇവിടെ. അത് ഹോൾസെയിൽ ടെക്സ്റ്റൈലായിട്ടായിരുന്നു. ഹോൾസെയിൽ ടെക്സ്റ്റൈലായിട്ട് നമ്മൾ തുടങ്ങി. അത് ദുബൈയിൽ നമ്മുടെ മ്യൂസിയത്തിൻ്റെ നെക്സ്റ്റ് സെക്കൻഡ് ഷോപ്പ് ഞങ്ങളുടേതാണ്. ഇപ്പം ദഫാബ് ജനറൽ ട്രേഡിങ്ങിന് വേണ്ടി ഒരു DSO ഏരിയയിൽ പുതിയൊരു ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴേ അന്ന് ഈവൻ ബോംബെ ഡൈയിങ്, റൈറ്റർ, വിവാരതി ഇതിൻ്റെയൊക്കെ ഏജൻസി ഞങ്ങൾക്കായിരുന്നു വർഷങ്ങൾ. ഇപ്പം പിന്നെ ടെക്സ്റ്റൈൽ ലൈൻ ഇച്ചിരി മോശം ബിസിനസ്സും ആയതുകൊണ്ട് വേറെ ലൈനോട്ട് ഞങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിൻ്റെ പിന്നീട് 1998 ഞങ്ങൾ അൽഫസലിയ ഗ്രൂപ്പ് ഓഫ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ വർക്കും, രണ്ടാമത്തെ MEP ഇലക്ട്രോ മെക്കാനിക്കൽ വർക്ക് ഡൺ റൈറ്റ് അതും ഉണ്ട്. പിന്നെ വേറെ ജനറൽ ട്രേഡിംഗ്, ബിൽഡിംഗ് ട്രേഡിംഗ് വി സ്റ്റാർട്ട് ഇൻ ഷാർജ നൗ. അങ്ങനെ തന്നെയുമല്ല ഇൻ ഫ്യൂച്ചറിൽ വി ആർ ഹാവിങ് സർട്ടൻ പ്ലാൻ. വി ആർ ഡൂയിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇപ്പം ഫ്യൂച്ചറിൽ ഒരു ഹോസ്പിറ്റൽ, പിന്നെ അതുപോലെ തന്നെ സ്കൂള്, ഇതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ നാട്ടിലെ കൂടാതെ UAE തന്നെ കൂടാതെ ചെയ്യുന്നത്, അതാണ് പ്ലാൻ ചെയ്യുന്നത്. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. I cannot do anything now. I cannot promise anything, but we are praying for that. So far, God was very good with us, and because of whatever I do, I don't want to tell others. So whatever God give the comfort, as well as whatever God has given the blessing to us, it is to be spreaded to others. Charity work and other thing. Not having any advertisement or anything like that. That my mind says, I do it. That is the way it goes. ഒട്ടനവധി കമ്പനികളാണ് ഇപ്പോൾ UAE നിലനിൽക്കുന്നത്. അതിൻ്റെ ഒരു വിശദമായി ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലയിലാണ് താങ്കളും താങ്കളുടെ ടീമും മുന്നോട്ട് പോകുന്നത്? ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന മെയിനായിട്ട് അൽ ഫസലിയ കോൺട്രാക്റ്റിംഗ് കമ്പനിയിൽ ഐറൈസ് ബിൽഡിംഗ്, അസോസിയേറ്റഡ് വർക്ക്, ഇങ്ങനെയുള്ള സിവിൽ വർക്ക് എടുക്കുക. ദേ ആർ ക്വാളിഫൈഡ് IIT എഞ്ചിനീയേഴ്സ് മാനേജേഴ്സ് ആൻഡ് പീപ്പിൾ ആർ വിത്ത് മീ ടു സപ്പോർട്ടിങ് മീ. They are the people to run the business. I am taking little rest, in other words. So we got a teamwork. As I said, the teamwork means always I used to tell my speech in my employees and other thing. I say that 3 things I am more important on that. One thing is that unity, teamwork and cooperation towards the company. This is my principle. This is my team. I will not deviate my principle. I am a Christian. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾക്ക് ബൈബിളിക്കൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾ വിട്ട് ഒരു രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യല്ലോ. ബട്ട് ദ ഗോഡ് ഈസ് ദ ഗ്രേറ്റ് ആൻഡ് ഹീ ബ്ലസ് us and things day by day it is growing that way. Even though difficulty comes, still we survive. All this recession time we survive. My people are happy, bankers are happy, and employees are happy, and this is the main thing. And also day by day I want to bring more people. Now itself more than 1,000 people working with us now, but as the job increase, we want to recruit more people, still visa with us. But mostly people are from India, different states, different places.
and our people are from India, especially from India. So we want to give more job to them. And one thing I want to do, whatever the charity work, whatever I do it personally, secretly, and without anybody's knowing. എങ്ങനെയാണ് താങ്കൾ ഫൈസലിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുന്നതും അവരുടെ ടാലൻസും ക്വാളിറ്റീസും എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? See, I studied in my experience. We want the professional people for the professional job, highly qualified people, those who are talented. We will see their previous experience, so that how many companies they change. So from that we guess it. So always the professional people come to you, there is a growth in the company. And they should have a sincere heart, sincere mind towards the company or towards the people too. So this is the way you can see my office staff. I don't have any difference. I go and talk to everybody. Even I used to make occasional family gathering. Now in my house, after this house comes in my house or hotel, at least 3 times with the families and with all the staff. Even our workers, everybody, 1 or 2 picnic, and we spend everything and we enjoy it. They will play and this and that, it is that way we manage it. But we are having a good relation between the employees and employer. That is the main thing. So we don't want to be so rich. We want to be just give job to feed so many people. That is what I want. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം മെഡിക്കൽ കോളേജ് താങ്കളുടെ ഒരു സംരംഭത്തിൽപ്പെട്ടൊരു സംഭവമാണ്. ഷുവർ. എങ്ങനെയാണ് ഈ ആ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാനും അതിൻ്റെ ഒരു പാർട്ടാവാനും താങ്കളുടെ യാത്ര എങ്ങനെയായിരുന്നു? മെഡിക്കൽ കോളേജിൻ്റെ കാര്യം, when our Brahm Kalamandir, who is the chairman, he is friend of mine and he requested me for this, then I thought that it is hardly 7 kilometers from my home. Kiluvayal, Adoor, Kiluvayal, only 7 kilometers, not even 7 kilometers. So it is very good in case I want to have a more education institution there, but because of the job and Canada and all, so that is why it was not possible at that time. Anyway, I feel that I should be a partner to that. That is why myself joined with him to have this. But mostly I am here now. But every month I used to go to my house in Adoor, Kiluvayal, and I stay there, enjoy everyday life there. So even though I migrated to Canada 23 years before, but I like my country, India, as my country, and I stay there. That is the reason we go, see people, see our dear ones, all the people there. So I have a good relation between them. എല്ലാ മാസവും താങ്കൾ നാട്ടിലും വീട്ടിലും പോകാറുണ്ടോ? എന്താണ് കൂടുതൽ നാടിനെ മിസ് ചെയ്യാറുണ്ടോ പലപ്പോഴും? Of course. See, whatever any function come in the family or friend circle, for the wedding, for the sometimes funeral or something comes, of course you go and join with them. Any other conferences, something comes, I go and attend it. But I enjoy it. I like travel. Too much travel side to not now. Last 30-40 years I am traveling. By a lot of traveling I am doing. I enjoy traveling also. But I like to move here and there. Now the business is taking care of. My general managers are there, various places. And they are the people to do that. And we are having plan according to, we are having a program. So our program, according to that programs, we try to manage our daily activities. That is the way, that is the progress of that. വളരെ വിശാലമായി കിടക്കുന്ന ഈ വീടിൻ്റെ സൗകര്യങ്ങളും പിന്നെ അദ്ദേഹം കൃഷിയെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ നാട്ടിലുള്ള പല വിഭവങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. വീടിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് വേഗം തിരിച്ചു വരാം വരുന്നിലേക്ക്. ജുമൈറ പാർക്കിൽ ഇത്തരത്തിൽ വളരെ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയൊരു വില്ല സ്വന്തമാക്കി അവിടെ വർഷങ്ങളായി താമസിക്കുന്ന പ്രിയപ്പെട്ട മലയാളിയും വ്യവസായിയും കൂടിയായ ശ്രീ മത്തായി ചാക്കോ സാറാണ്.
നമ്മുടെ ഈ മരുഭൂമിയിൽ ഒരിക്കലും കൃഷി ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന പല കൃഷികളും നമ്മളിവിടെ കണ്ടു. ഓറഞ്ച് കണ്ടു, അതോടൊപ്പം തന്നെ നാട്ടിലില്ലാത്ത മുല്ലപ്പൂ, കുടമുല്ലപ്പൂ, റോസാപ്പൂ ഉണ്ട്. എങ്ങനെയാണ് ഈ കൃഷിയോടുള്ള? ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ പൂന്തോട്ടം ഇങ്ങനെയുള്ള കാര്യത്തിൽ വളരെ ഇതുണ്ട്. അതുപോലെ തന്നെ കൃഷിയുടെ കാര്യത്തിലും എൻ്റെ മാതാപിതാക്കന്മാരുടെ കാലത്ത് തൊട്ടേ കൃഷി ആയിരുന്നല്ലോ അന്നത്തെ മെയിനായിട്ടുള്ള ബിസിനസ്. അവരുടെ കൂടെ പോവുകയും കൃഷിയിൽ താല്പര്യപ്പെടുകയും നമ്മൾ പോവുകയും ചെയ്യുമായിരുന്നു ആ സമയം, ചെറുപ്പകാലം തൊട്ട് തന്നെ. അപ്പം അതുകൊണ്ട് ഇപ്പോഴും ആ താല്പര്യം ഉണ്ട്. ദൈവാരോഗ്യം തരുന്നിടത്തോളം കാലം നമ്മളിതെല്ലാം ചെയ്യും. അത് നല്ലൊരു എൻജോയ്മെൻ്റാണ്. വി മേക്ക് അവർ ഓൺ. ഇഫ് ദർ വാസ് പാവയ്ക്ക ഉണ്ടായിരുന്നു അവിടെ, പാവയ്ക്ക എക്സാമ്പിൾ എവരി ഡേ രാവിലെയും വൈകിട്ട് പോയി നോക്കും അത് എത്രത്തോളം വളർന്നിട്ടുണ്ട്, എങ്ങനെ ചെയ്തു. ദാറ്റ് ഇസ് എ ഗ്രേറ്റ് എൻജോയ്മെൻറ്റ് ഫോർ അസ്, യു നോ, ഈവൻ മൈ വൈഫ് ആൾസോ. ഈ ഒരു വീട് ഇപ്പം താങ്കളുടെ സ്വന്തം വീടാണ് ഇവിടെ. അപ്പം ദുബൈയിലെ ഈ ഒരു വീട്ടിനെ ഇപ്പം ശരിക്കും വന്നു കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ കാണാത്ത തരത്തിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വൈസ് പോലും വന്നേക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ അതെങ്ങനെയാണ്, താങ്കൾ തന്നെയാണോ നോക്കി നടത്തിയിരുന്നത്? പിന്നെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ ആൾക്കാരെ വിളിച്ച് അവരെ കൊണ്ട് ചെയ്ത് നമ്മുടെ കമ്പനിയിലുണ്ട്, നമ്മുടെ ആൾക്കാരോടെ ചെയ്ത്. നമ്മുടെ കമ്പനിയിലുള്ള ആൾക്കാരും ഇൻറ്റീരിയർ ഡിസൈൻ ആൾക്കാരും വന്ന് കംപ്ലീറ്റ് മോഡിഫൈ ചെയ്തത്, ഇതെല്ലാം എക്സ്റ്റെൻഡ് ചെയ്ത് ഞങ്ങൾ മോഡിഫൈ ചെയ്ത് ഇതെല്ലാം ഞങ്ങളുടെ ഐഡിയയിൽ ചെയ്ത കാര്യങ്ങളൊക്കെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, എനിക്ക് 4 മക്കളാണ്, 7 കൊച്ചുമക്കളായി. അപ്പോൾ കുഞ്ഞുങ്ങൾ വന്ന് അവർക്ക് എല്ലാവർക്കും ഒരു മുറി വേണം, ഒന്നിച്ച് വന്ന് സ്പെൻഡ് ചെയ്യണം. കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ മൂത്ത മോനും കുടുംബമുണ്ട് ഇവിടെ. അവർ താമസിക്കുന്ന വേറൊരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരു ഷേഖ് സാദ് റോഡിൽ തന്നെയുണ്ട്, നിയർ അവർ ഓഫീസ്. ദർ ഇസ് വൺ അപ്പാർട്ട്മെൻറ്റ്, 4-bedroom apartment is there. So we enjoy that way with the family, relatives, church members and all like that. ഫാമിലിയുമായിട്ട് വലിയ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വ്യക്തിത്വം. തീർച്ചയായിട്ടും. നോട്ട് ഓൺലി എൻ്റെ സ്വന്തം മക്കളല്ല, മൈ റിലേറ്റീവ്സ്, അതർ പീപ്പിൾ, എല്ലാവരുമായിട്ടും അതേ സ്നേഹം പുലർത്തുന്ന കൂട്ടത്തിലാണ്. എല്ലാവർക്കും ജോലി കിട്ടാൻ ഒക്കുന്നുവെങ്കിൽ ജോലി ഇല്ലാത്തവർക്ക് ജോലി ഒപ്പിച്ചു കൊടുക്കും എവിടെയെങ്കിലും. സോ ദൈവം തരും, ദൈവം നടത്തുന്നു ഇത്രത്തോളം. കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത്? വൈഫിൻ്റെയും കുട്ടികളുടെയും പേര് വിവരങ്ങൾ? എൻ്റെ വൈഫ്, പേരെന്താണ് വൈഫ്? എൻ്റെ വൈഫിൻ്റെ പേര് കുഞ്ഞുമോളെന്ന് വീട്ടിൽ വിളിക്കും, ഏലിയാമ്പ ചാക്കോ ഒഫീഷ്യലി. ഈ പാഠം ഫസ്റ്റ് ഓഫ് ദിസ് മന്ത് ഇവൻ ടു കാനഡ, പിള്ളേരുടെ അടുത്തോട്ട് പോയി. ഷി വിൽ ബി കമ്മിങ് ബാക്ക് 19th ആഫ്റ്റർ 2 weeks. പിന്നെ എൽഡർ son is Jacob Matthew. His wife's name is Karen, and he's having 2 daughters. A photo is there. And second one is he's Dr. Jenu, Jacob Matthew. He studied in Manipal, MBBS. Then he studied his MS in Milwaukee States. Then he is doing the practice in Vancouver. Third one is IT professional working in, not married yet, working at Calgary. He's on the IT field. Fourth one is the doctor, my daughter. Third one, Jay Sakriya Matthew. Fourth one is a daughter, Gina Sue Matthew, and she's a doctor too, studied at Manipal. Then അവരുടെ ഹസ്ബൻഡും അവരിപ്പോൾ ഓസ്ട്രേലിയയിലായിരിക്കുന്നു, മെൽബോണിൽ ഇരിക്കുന്നു. ഇങ്ങനെ 4 കുഞ്ഞുങ്ങളും സന്തോഷമായിട്ട് പോകുന്നു. ആസ് എ ഫാമിലി ലൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫൈസലിയ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ കമ്പനി ചെയ്തിട്ടുള്ള പ്രധാന പ്രോജക്റ്റുകൾ എവിടെയൊക്കെയായിരുന്നു? ഇവിടെ പല പ്രൊജക്റ്റുകളുണ്ട്. വില്ല പ്രൊജക്റ്റ് ഉണ്ട്, എല്ലാ സിവിൽ വർക്കിനകത്ത് 7 story, 12 story storage. Unlimited we are going to do it also that way. And we are very busy with so many projects now. Even university, we did one university recently. That work also we finished it. But so many projects coming for tendering and so on. But we selected certain things and accordingly we do. It is progressing. And for the mechanical job, electromechanical job also we do available with the material with the different companies, and our work also and other work also we are doing it that way. It is growing, thank God. All the company, even trading division also is growing now.
ഇനിയും കൂടുതൽ കൂടുതൽ ഐശ്വര്യങ്ങൾ ദൈവം തരട്ടെ. കമ്പനി ലോകമെമ്പാടും അറിയുന്ന വലിയൊരു പ്രസ്ഥാനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതിനുള്ള എല്ലാ കാര്യങ്ങളും താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും ഉണ്ടാകും. ഇത്രയും സമയം ചെലവഴിച്ച താങ്കൾക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. നന്ദി. നമസ്കാരം.